And welcome to the new video. So in this video I'll be discussing about the stability in S domain or when we dealing with Laplace transform or transfer function. Okay, so ഇപ്പോൾ നമ്മൾ എച്ച് ഓഫ് എസ് ആണ് ഇവിടെ ലാപ്ലേസ് ട്രാൻസ് എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ എച്ച് ഓഫ് എസ് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടി അല്ലേ. എച്ച് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴാണ് നമുക്ക് എച്ച് ഓഫ് എസ് കിട്ടുന്നത്. അതായത് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എച്ച് ഓഫ് എസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്കറിയാം. ആൻഡ് ഇൻ ടൈം ഡൊമൈൻ ദ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് ഈസ് സ്റ്റഡീഡ് യൂസിങ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈം ഡൊമൈനിലത്തെ എന്ത് പറഞ്ഞാർന്നത് സ്റ്റെബിലിറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൈം ഡൊമൈനിൽ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസ് ആണെങ്കിൽ എസ് ഡൊമൈനിലെ ഫ്രീക്വൻസി ഡൊമൈനിലെ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കേണ്ടാവുക? എച്ച് ഓഫ് എസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടാവുക എസ് ഡൊമൈൻ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ബേസിൽ നമുക്ക് സ്റ്റെബിലിറ്റി പറയാം. അതാണ് ഇവിടെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ലെറ്റ് us consider the transfer function of a causal time invariant system as h of s equal to bm s raised to m plus bm minus 1 s raised to m minus 1 plus etc. b1s plus b0 divided by s raised to n plus an minus 1 s raised to n minus 1 plus etc. a1s plus a0. That is a numerator polynomial divided by denominator polynomial. ഇപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാം ഡിഗ്രി ന്യൂമറേറ്ററിൻ്റെ എമ്മും ഡിനോമിനേറ്ററിൻ്റെ എന്നുമാണ്. നമ്മൾ മുന്നേ എടുത്തറിഞ്ഞ പോലെ തന്നെ എമ്മും എന്നുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് വെച്ചിട്ട് നമുക്ക് സ്റ്റെബിലിറ്റീനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 കൊടുത്താൽ, അതായത് ഡി ആർ ഓഫ് എസ് ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന ആ ഒരു ഇക്വേഷനെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ പറയുക ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ്. ക്യാരക്ടറിസ്റ്റിക് equation of the system. Okay, and the roots അതിനെ നമുക്ക് എന്തെന്ന് പറയും? പോൾസ് ആണെന്ന് പറയും. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. and the roots എന്ന് പറഞ്ഞാൽ പോൾസ് ആണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന ഒരു ഇക്വേഷനെ ക്യാരക്ടർ ഇക്വേഷൻ എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എച്ച് ഓഫ് എസിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ രീതിയിൽ, ഇപ്പോൾ എച്ച് ഓഫ് എസ് നമ്മൾ ഉണ്ടെങ്കിലും അത് പലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പാർഷ്യൽ ഫ്രാക്ഷൻ എല്ലാ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള തന്നെയാണ്. ഇപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് ഇതിനെ എഴുതുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എച്ച് ഓഫ് എസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? a1 by a1 a2 ഒന്നും ഉപയോഗിക്കുന്നില്ല, a1 a b c എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ എളുപ്പത്തിന് a1 by s മൈനസ് s1 പ്ലസ് a2 by s മൈനസ് s2 ആ രീതിയിൽ നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. പ്ലസ് a n by s മൈനസ് s n. കാരണം പവർ n ആണ്, ഓർഡർ n ആണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി n ആണ്. അപ്പോൾ s മൈനസ് n വരെ s n റൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ കോഎഫിഷ്യൻറ്റുകൾ. അപ്പോൾ ഇതാണ് നമുക്ക് വരിക. അപ്പോൾ ദ പോൾസ് ഓഫ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ക്യാൻ ബി റിയൽ, ഇമാജിനറി ഓർ, ഇപ്പോൾ ഇവിടുത്തെ ഈ എസ് എന്ന് പറയുന്നത് എസ് ഐ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മളുടെ പോൾസ് എങ്കിൽ ഈ പോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെ ആവാനുള്ള ചാൻസുകളുണ്ട്? റിയൽ ആവാം അല്ലേ, റിയൽ ആവാം, ഇമാജിനറി ആവാം, റിയലും ആവാം, ഇമാജിനറി ആവാം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് പോൾസ് മേ ലൈ ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ഓർ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അതാണ് അടുത്ത കാര്യം വരുന്നത്. ഇപ്പോൾ ഈ പോൾസ് റിയൽ ആവാം, ഇമാജിനറി ആവാം, എൽ എച്ച് പിയിലാവാം ഓർ ആർ എച്ച് പിയിലാവാം, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാവാം ഇത് കെടുക്കുന്നുണ്ടാവാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് പോൾസ് ദ സിസ്റ്റം ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ സംഭവങ്ങൾക്ക് അനുസരിച്ച് റിയൽ ആണോ, ഇമാജിനറി ആണോ, ലെഫ്റ്റ് ഹാഫിലാണോ, റൈറ്റ് ഹാഫിലാണോ ബോൾ കളിക്കുന്നത്, അതിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇമ്പൾസ് റെസ്പോൺസ് ഇപ്പോൾ നമുക്ക് എന്തിനെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ കേസ് എടുത്ത് അനലൈസ് ചെയ്യാം.
പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ അതിൽ റിയൽ പോൾസ് വരുന്ന കേസാണെങ്കിൽ ആദ്യം എസ് കെ എന്ന് വിചാരിക്കുക ഇതിൻ്റെ ജനറലായിട്ട് പോൾസിന്. അപ്പോൾ എ എന്നാണ് നമ്മൾ ആ പോള് എടുക്കുന്നത് വിചാരിക്കുക. എസ് കെ ഈക്വൽ ടു എ ആണ്, ഇപ്പോൾ റിയൽ പോളാണ്. അപ്പോൾ ഇത് തന്നെ രണ്ട് കേസ് വരാം. ഈ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പോൾ രണ്ട് കേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണ്. സോ വെൻ എ ഈസ് നെഗറ്റീവ്, എ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടാണ് നമ്മുടെ വരിക. ഓക്കെ, അപ്പോൾ എ ഈസ് നെഗറ്റീവ്. ഞാൻ എ തന്നെ എഴുതുന്നത് ശരിക്കും നെഗറ്റീവ് വാല്യൂ ആണ്. എ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് എ എന്നുള്ള രീതിയിലൂടെ എഴുതുന്നത് മാത്രം. അപ്പോൾ ഇത് നമ്മുടെ എസ് പ്ലെയിൻ ആണ്. ഇത് കറസ്പോണ്ടിങ് ടൈം ഡൊമൈനിൽ, അതായത് എസ് ഡൊമൈനും ഇത് ടി ഡൊമൈനിലുള്ള പ്ലെയിൻ, എസ് പ്ലെയിനും നമ്മുടെ നോർമൽ പ്ലെയിനുമാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് ഓഫ് ടി കിട്ടുക എ കെ ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. എ കെ ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ ടി ആണ്. എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന എക്സ്പോണൻഷ്യലാണ്, അല്ലെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന ഒരു എക്സ്പോണൻഷ്യലാണ് നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ നമ്മളത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വരിക ഒരു എ കെ എന്നുള്ള മാഗ്നിറ്റ്യൂഡിന് എക്സ്പോണൻഷ്യലി ഇങ്ങനെ കുറഞ്ഞു വരുന്ന, ഇതിപ്പോൾ എ കെ ആയിരിക്കും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന ഒരു സിഗ്നലായിട്ടാണ് കിട്ടുക. അതായത് നമ്മുടെ എ കെ റേസ് ടു മൈനസ് എ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെന്താണ്, സ്റ്റേബിൾ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ റിയൽ പോളാണ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് എങ്കിൽ, അതായത് പോൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ ഇത് നമ്മളുടെ എസ് പ്ലെയിൻ ആണ്. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ നമുക്ക് എന്തായിട്ട് കിട്ടി, സ്റ്റേബിളായിട്ട് കിട്ടി. ബിക്കോസ് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൈറ്റ്, അതായത് എന്താ, കൺവേർജിങ് ആണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസ് എ പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം. എ പോസിറ്റീവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോള് എവിടെയായിട്ടാണ് വരിക, അപ്പുറത്തെ സൈഡിലായിട്ട്. എ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും എ വരിക. അപ്പോൾ ഈ കേസിൽ നമുക്ക് കിട്ടുക എക്ക് ഇ റേസ് ടു എ ടി യു ഓഫ് ടി ആണ്, ഇ റേസ് ടു പ്ലസ് എ ടി ആണ്. പ്ലസ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരാൻ പോകുന്നത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു ഇതായിട്ടാണ് വരിക. അപ്പോൾ എ കെയിൽ നിന്ന് തുടങ്ങി ഗ്രാജുവലി എന്താ പറയുക, ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നലായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമ്മളുടെ എ കെ ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞ സിഗ്നൽ വരിക. ഇത് നമ്മുടെ എ കെ എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇത് എന്തല്ല, കൺവേർജിങ് അല്ല, എന്താണ്, ഡൈവേർജിങ് ആണ്, കൂടി പോവുകയാണ്. അപ്പോൾ പിന്നെ അതെന്തല്ല, സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ പോൾ വന്നപ്പോൾ സ്റ്റേബിളായി, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വന്നപ്പോൾ അൺസ്റ്റേബിൾ ആയി. അപ്പോൾ ഇതിൽ നമുക്ക് ഒബ്സർവേഷൻ ആയിട്ട് പറയാം, സ്റ്റേബിൾ സിസ്റ്റം മസ്റ്റ് ഹാവ് റിയൽ പോൾസ് ഓഫ് എച്ച് ഓഫ് എസ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. റിയൽ പോൾസ് ഓഫ് എച്ച് ഓഫ് എസ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ റിയൽ പോൾ ആണെങ്കിൽ അത് എവിടെ വേണം, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വരണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ കോംപ്ലക്സ് പോൾസ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ കോംപ്ലക്സ് പോൾസ് ആണ്. സോ കോംപ്ലക്സ് പോൾ എസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ഓർ മൈനസ് ജെ ബി ആണെന്ന് വിചാരിക്കുക. അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ് ആണെന്ന് വിചാരിക്കുക. ദ റിയൽ പാർട്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് വന്നെടുക്കുന്നത്. മൈനസ് എ പ്ലസ് ഓർ മൈനസ് ജെ ബി കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് വരിക. അതിൻ്റെ എച്ച് ഓഫ് എസ് നമുക്ക് എഴുതുമ്പോൾ എ ബൈ എസ് പ്ലസ് എ പ്ലസ് ജെ ബി പ്ലസ് A1 സ്റ്റാർ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ മൈനസ് ജെ ബി. നമുക്ക് അറിയുന്ന കാര്യമാണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകളും കോൺജുഗേറ്റ് കിട്ടും. ഇനി ഇവിടെയും നമുക്ക് എക്ക് രണ്ട് കണ്ടീഷൻസ് നോക്കേണ്ടി വരും. ഏത് കണ്ടീഷൻസാണ്, എ നെഗറ്റീവ് ആകുമ്പോഴും എ പോസിറ്റീവ് ആകുമ്പോഴും. സോ എ ഈസ് നെഗറ്റീവ്. എ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് എവിടെ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ എ നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ മൈനസ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ പറയാനർത്ഥമില്ല, എ പ്ലസ് ഓർ മൈനസ് ജെ ബി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ആണ് കറക്റ്റ് ആവുക. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്ക് നേരെ തിരിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇപ്പം ഇവിടെ എ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എവിടെയായിട്ട് വരും, ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ റൂട്ട്സ് ഇപ്പോൾ എവിടെയായിട്ടായിരിക്കും വരിക, ഒരെണ്ണം ഇവിടെയാണെങ്കിൽ നേരെ അതിൻ്റെ ചോടയായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ എയുടെ ലൊക്കേഷനാണ് ഇവിടേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട്സ് വരിക, മേലെയും താഴെയും ആയിട്ട് വരും. ഓക്കെ, ഈ കേസിലാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് വരാൻ പോകുന്നത് ഓസിലേഷൻസ് ഉണ്ടാവും. പക്ഷെ ആ ഓസിലേഷൻസ് കുറഞ്ഞു വന്നിട്ട് ഡൈ ഔട്ട് ആവുന്ന രീതിയിലാണ് വരിക. അല്ലെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസിനുള്ള ഇക്വേഷൻ വരിക കേസിൽ ഇപ്പോൾ എച്ച് ഓഫ് ടി ഈക്വൽ ടു
എ ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് ഇതിൻ്റെ റെസ്പോൺസ് വരിക. അപ്പോൾ ഒരു ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് കോസൈനാണ്, പക്ഷേ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എക്സ്പോണൻഷ്യലി കുറഞ്ഞ് വരുന്ന ഒരു സിഗ്നൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ഇനിയിപ്പോൾ മറ്റേ കേസിൽ രണ്ടാമത്തെ പറയുന്നത് നെഗറ്റീവ് എന്ന് തന്നെ അവിടെ എഴുതാം. അപ്പോഴാണ് മൊത്തത്തിൽ വരുമ്പോൾ റൈറ്റിലോട്ട് പോകുള്ളൂ. അപ്പോൾ ആ കേസിലാണെങ്കിൽ പോൾസ് എവിടെ വരും, അതായത് ഒന്ന് ആലോചിക്കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് പോൾസ് എങ്കിൽ, റൈറ്റ് സൈഡിലാണ് നമ്മുടെ പോൾസ് എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇത് എഴുതുമ്പോൾ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എച്ച് ഓഫ് ടി ഈക്വൽ ടു അവിടെ കിട്ടുക എ ഇ റേസ് ടു എ ടി എന്നാണ് കിട്ടുക, കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള രീതിയിൽ വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഇൻറ്റു ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ഉണ്ട്, പക്ഷെ അത് കൂടി പോകുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ കൂടി പോകുന്ന രീതിയിലുള്ള സംഭവമായിരിക്കും. അപ്പോൾ അത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഏതാ സ്റ്റേബിൾ അൺസ്റ്റേബിൾ നമുക്ക് സുഖമായിട്ട് പറയാം. ഇപ്പോൾ ഈ കേസാണ് എന്ത് വരുന്നത്, സ്റ്റേബിൾ വരുന്നത്. ഈ കേസ് എന്താണ്, അൺസ്റ്റേബിൾ ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് സിമ്പിളായിട്ട് പറയാം എന്താ, പോൾസ് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ സ്റ്റേബിൾ ആണ്, റൈറ്റ് ഹാഫിലാണെങ്കിൽ അൺസ്റ്റേബിൾ ആണ് എന്നുള്ളത് സുഖമായിട്ടാണ് പറയാം. പിന്നെ ഒരു കേസും കൂടി വരാം, പോൾ ഓൺ ദ ജെ ഒമേഗ ആക്സിസ്. സോ ജെ ഒമേഗ ആക്സിസിൽ കയറിയിട്ട് പോള് കിടക്കാം. അതായത് ഇപ്പോൾ ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് വിചാരിക്കുക, കോംപ്ലക്സ് കോൺജുഗേറ്റ് തന്നെ, പക്ഷെ ഇങ്ങനെയാണ് പോള് കിടക്കുന്നതെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് വരാൻ പോകുന്നത് എന്തായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും. ഡിക്രീസ് ഒന്നും ചെയ്യില്ല, അത് സ്റ്റഡി ആയിട്ട് അവിടെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ കേസിൽ നമുക്ക് എച്ച് ഓഫ് ടി കിട്ടുക, എച്ച് ഓഫ് ടി ഈക്വൽ ടു എ കോസ് എക്സ്പോണൻഷ്യൽ ടേം ഉണ്ടാവില്ല, ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ് വരിക. ഇതെന്താ സംഭവിക്കുക, ഓസിലേഷൻസ് ആണ്, ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ടു ലിമിറ്റ്സ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വിത്തിൻ ലിമിറ്റ്സ് ആണ്. ഇപ്പോൾ സ്റ്റേബിൾ അല്ലെങ്കിൽ മാർജിനലി സ്റ്റേബിൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ പറയുക. സ്റ്റേബിൾ ഓർ മാർജിനലി സ്റ്റേബിൾ എന്നൊക്കെയാണ് ഇതിന് പറയാം. പിന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ പോൾസ്. മൾട്ടിപ്പിൾ പോൾസ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിയൽ പോൾസ് ആണെന്ന് വിചാരിക്കുക. മൾട്ടിപ്പിൾ റിയൽ പോൾസ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഇപ്പോൾ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുക, എച്ച് ഓഫ് ടി ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു ടി ഇ റേസ് ടു എ ടി എന്നാണ് കിട്ടുക. അപ്പോൾ അതിൽ മുന്നത്തെ പോലെ തന്നെ എ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, കൺവേർജ് ചെയ്യും. എ പോസിറ്റീവ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതേപോലെ മൾട്ടിപ്പിൾ പോൾസ് ഇമാജിനറി ആണ്, ഇമാജിനറി ആക്സിസിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ റെസ്പോൺസ് ഇങ്ങനൊരു സംഭവമാണ് കിട്ടുക. എന്താ, എ വൺ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് വൺ പ്ലസ് എ ടു ടി കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ടു. ഇതിലെ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തരിക സസ്റ്റൈൻഡ് ഓസിലേഷൻസ് ആയിരിക്കും. സസ്റ്റൈൻഡ് ഓസിലേഷൻസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മോഡുലേറ്ററി ഓസിലേഷൻസ് ആണ് തരിക, ഓസിലേഷൻസ്. ഇപ്പോൾ രണ്ടും എന്തുതന്നെയാണ് വരാൻ പോകുന്നത്, ഓസിലേഷൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സാധനം എന്താ ഉണ്ടാകാൻ പോകുന്നത്, അൺസ്റ്റേബിൾ ആണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ അതിൻ്റെ ബേസിൽ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതാണ് സ്റ്റെബിലിറ്റിയുടെ കൺസെപ്റ്റ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എച്ച് ഓഫ് എസ് വെച്ചിട്ട്.